ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു. കുറച്ച് ആരോഗ്യപരമായ കാരണങ്ങളായാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അയക്കാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് അയക്കുകയും ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ നേവി ചിൽഡ്രൻസ് സ്കൂൾ, ഓക്കെ, അതിലേക്കുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനാണ്. കോൺട്രാക്ട്സ് ബേസിലുള്ള പോസ്റ്റാണ്. ഓക്കെ, നേവി ചിൽഡ്രൻസ് സ്കൂള്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ്, അയക്കാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ കിടക്കാം. ഏകദേശം ഒരുപാട് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ സൈറ്റിൽ കയറിയിട്ട് ഇവിടെ ഇതിൻ്റെ താഴെ കരിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോംസ്, വേക്കൻസി നോട്ടിഫിക്കേഷൻസ്, അപ്പോൾ ആ വേക്കൻസി നോട്ടിഫിക്കേഷൻസ് അവിടെ നിന്ന് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാം പറയുന്നതിന് മുമ്പ് ദയവായിട്ട് ഇത് കാണുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി വീഡിയോസ് ഇതിനെ പിന്തുടർന്ന് വരുന്നുണ്ട്. നമ്മുടെ RRB ടീച്ചറിന്റെ എക്സാംസ് എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക, KVS എക്സാംസ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴാണ് വിളിക്കുന്നത്, എന്താണ് അതിന്റെ പ്രസന്റ് കണ്ടീഷൻസ്, ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ അതുമായിട്ട് അത് സംബന്ധിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുക. അപ്പം നമ്മൾ കരിയറിൽ വേക്കൻസി നോട്ടിഫിക്കേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേക്കൻസി, അതായത് ഈ നേവി സ്കൂളിലെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പബ്ലിഷ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വേക്കൻസികൾ കണ്ടുപിടിക്കുവാനാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം വേക്കൻസി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് നേവി ചിൽഡ്രൻസ് സ്കൂൾ, ചാണക്യപുരി, ന്യൂഡൽഹി. ഓക്കെ, ഫോർ അക്കാഡമിക് ഇയർ 2025-26 കോൺട്രാക്ച്വൽ ബേസിസിലുള്ള പോസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് PGT ഹിസ്റ്ററി ആണ്. വയസ്സ് 21 മുതൽ 50 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതില് നിങ്ങൾക്ക് ഡിഗ്രി, അതായത് PGക്ക് 55% മാർക്ക്, അതുപോലെ തന്നെ BEdന് 50% മാർക്ക്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി CBSE സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് PGT ഹിസ്റ്ററിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. 55,000 രൂപയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോസ്റ്റിന്റെ സാലറി എന്ന് പറയുന്നത് 55,000 രൂപയാണ് ഇതിന്റെ പോസ്റ്റ്, അതായത് PGT ഹിസ്റ്ററിയുടെയും പോസ്റ്റ് എന്ന് അതിന്റെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ പോസ്റ്റ് TGT മാത്സ് ആണ്. അതും 21 to 50 വയസ്സാണ്. ഡിഗ്രിക്ക് 55% മാർക്ക്, അതുപോലെ തന്നെ BEdന് 50% മാർക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള CBSE സ്കൂളിൽ വർക്ക് ചെയ്തിരിക്കുന്നവർക്ക് പ്രിഫറൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്, നോക്കുക. ഓക്കെ, അപ്പൊ ഇതില് CTETന്റെ കാര്യം പറയുന്നില്ല. അപ്പൊ CTET ഇല്ലാത്തവർക്കും ഇതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ് കേട്ടോ. സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഓക്കെ, 50,000 രൂപയാണ് സാലറി എന്ന് പറയുന്നത്.
അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചറാണ്. അതും പ്രായപരിധി 21 to 50 വയസ്സാണ്. DLED 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി 55% മാർക്ക് അഗ്രിഗേറ്റ് ഉള്ള, അല്ലാത്തവർക്ക് സീനിയർ സെക്കൻഡറി അതായത് നിങ്ങളുടെ +2 50% മാർക്ക്, അതുപോലെ തന്നെ DLED 50% മാർക്ക്. ഇതുപോലെ നമ്മുടെ ഈ അപ്ലൈ ചെയ്യുന്നവര് സ്കൂളിൽ, അതായത് CBSE സ്കൂളിൽ വർക്ക് ചെയ്തിരിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെയും നിങ്ങളുടെ സീറ്റ് ഇതിനൊന്നിനും ആവശ്യപ്പെടുന്നില്ല, സീറ്റിന്റെ കാര്യം പറയുന്നേ ഇല്ല. ഓക്കെ, ഇതിന്റെ സാലറി എന്ന് പറയുന്നതും 50,000 രൂപയാണ് കേട്ടോ. പ്രൈമറി ടീച്ചറിന്റെ സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതുപോലെ നെക്സ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ, അതും പ്രായപരിധി 21-50 ആണ്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, ആർട്സ് ആൻഡ് ക്രാഫ്റ്റിലുള്ള ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ BEd ഇവിടെ പറയുന്നില്ല, BEd വേണ്ട. ഇതിന്റെയും സാലറി എന്ന് പറയുന്നത് 50,000 ആണ്. സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അടുത്ത ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുവരെയുള്ള സാലറിയാണ് 50,000 രൂപ. ആദ്യം 55,000 രൂപ. ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രിയാണ്. പ്രായപരിധി 21-50 ആണ്. സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. സാലറി 40,000 രൂപയാണ് സാലറി. ഓക്കെ, മിനിമം 55% മാർക്കാണ് ലൈബ്രറി സയൻസിൽ വേണ്ടത്. അതുപോലെ തന്നെ ഡാൻസ് ടീച്ചറും പ്രായപരിധി ഇത് തന്നെയാണ്, 21-50. ഈ ബാച്ചിലർ ഡിഗ്രി തന്നെയാണ്, 55% മാർക്ക്. നിങ്ങൾ ഏത് ഫീൽഡാണോ, ഡാൻസ് ഫീൽഡ് അത്. പിന്നെ എക്സ്പീരിയൻസ് എപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, ഫോക്ക് ഡാൻസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അയക്കാവുന്നതാണ്. ഇതിന്റെ സാലറിയും 40,000 രൂപയാണ്. സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് മ്യൂസിക് ടീച്ചറും സെയിം ഇതാണ്, 55% മാർക്കോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് മ്യൂസിക് ടീച്ചറിന്റെയും. സീറ്റ് ഇട്ടൊന്നും ഇവിടെ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. ഇവിടത്തെയും സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ് സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് 21-50 പ്രായപരിധി. ഒക്കുപേഷണൽ തെറാപ്പിയുള്ള ഡിഗ്രി 50% മാർക്ക്. ഇത് തന്നെയാണ്. സാലറി എന്ന് പറയുന്നത് 40,000 രൂപ തന്നെയാണ്. അടുത്ത സ്പീച്ച് തെറാപ്പിസ്റ്റും സെയിം ഇതാണ്, ബാച്ചലർ ഡിഗ്രി ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ്, അതിനൊക്കെ 50% മാർക്കാണ്. സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ് ഇതിന്റെയും സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരിയർ കൗൺസിലർ എന്ന് പറയുന്നത് അതും ഗ്രാജുവേഷൻ ആണ് ഇതിൽ വേണ്ടത്. പ്രായപരിധി ഇത് തന്നെയാണ്. ഇതിന്റെയും സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. സാലറി 40,000 ആണ്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് സ്റ്റാഫ് ആണ്, അതായത് നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കാണ് അടുത്ത വരുന്നത്. നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്ക് വരുമ്പോഴത്തെ പ്രായപരിധി 21 to 35 വയസ്സാണ്. പ്രായപരിധി എന്ന് പറയുന്നത് പാസ് ഇൻ മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 21,500 രൂപയാണ് കേട്ടോ. 21,500 ആണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്, സപ്പോർട്ട് സ്റ്റാഫിന്റെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പോസ്റ്റുകള്, ഇവിടെ വിളിച്ചിരുന്ന പോസ്റ്റുകള്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇത് ഉപയോഗിച്ച് നിങ്ങൾ കയറുക, ആപ്ലിക്കേഷൻ ഫോംസ് ഡൗൺലോഡ് ചെയ്യുക, വേണ്ട റെലവന്റ് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് 100 രൂപ ഫീ ഉണ്ട്. ആ ഫീയും കൂടെ വെച്ചിട്ട് 14 മെയ് 2025 മുമ്പ് അപ്ലൈ ചെയ്യണം. അതിന്റെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇമെയിൽ വഴി അയക്കാൻ പറ്റത്തില്ല. സബ്മിഷൻ ബൈ ഇമെയിൽ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്നാണ് കിടക്കുന്നത്. പോസ്റ്റ് വഴിയാണ് അയക്കേണ്ട. ടൈം ഉണ്ട്, 2-3 ദിവസം കൊണ്ട് സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നവർക്ക് അയക്കാൻ പറ്റുന്നൊരു പോസ്റ്റും കൂടിയാണ്. അപ്പൊ ഇത്രയും പോസ്റ്റ് ഉണ്ട്. ദയവായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ നേവി ചിൽഡ്രൻസ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 വർഷത്തേക്കുള്ള വേക്കൻസിയാണ്, കോൺട്രാക്ച്വൽ ബേസിലാണ് വിളിച്ചിരിക്കുന്നത്. വീണ്ടും നീട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ പോസ്റ്റുകൾ. അപ്പം ഇതിന്റെ ബാക്കിയുള്ള അതർ ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ
ക്ലാസ് കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ് ഈ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സിലായിരുന്നു RRB ടീച്ചറിന്റെ. ഓക്കെ, അപ്പം RRB ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാംസിന്റെ ഡേറ്റ് കുറെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ നമ്പറിലേക്ക് വാട്സപ്പ് 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഉള്ളി ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. 599 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ RRB ടീച്ചറിന്റെ കോഴ്സിന്. അതുപോലെ തന്നെ നമ്മുടെ KVS ടീച്ചറിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അത് ഉടനെ തന്നെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KTETന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്. HSA നാച്ചുറൽ സയൻസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാൻ ക്ലാസ് നടക്കുന്നുണ്ട്. 999 ആണ് ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HSA ജനറൽ ബാച്ചിന് അപ്ലൈ ചെയ്യാം. 499 ആണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ LP UP നാളെ മുതൽ ക്ലാസ് ആരംഭിക്കുകയാണ്. LP UP ലോങ് ടേം. ഓക്കെ, അപ്പൊ അതിന്റെ ഫീ എന്ന് പറയുന്നത് ഫ്രീ ക്ലാസ് ആണ്. ഉള്ളി 299 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഫ്രീ ബാച്ച് ആണ് കേട്ടോ. ജസ്റ്റ് 299 അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ CTETന്റെ കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട്. അതിനും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും RRB അപ്ലൈ ചെയ്തിട്ടുള്ളവര്, പഠിക്കാൻ താല്പര്യമുള്ളവർ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ത്രൂ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ്, എല്ലാത്തിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PDF മെറ്റീരിയൽസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മുകളിൽ പറഞ്ഞ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്, വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡൽഹി ചിൽഡ്രൻസ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാൻ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. PGT ഹിസ്റ്ററി, TGT മാത്സ്, പ്രൈമറി ടീച്ചർ, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ, ലൈബ്രറിയൻ, ഡാൻസ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റാഫ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കരിയർ കൗൺസിലർ, അതുപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫ്, ഇത്രയുമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊന്നിനും തന്നെ നിങ്ങൾക്ക് CTET ഇവിടെ നിർബന്ധമില്ല. സീറ്റ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ CBSE സ്കൂളിൽ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ധാരാളമായിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതായത് ഫ്രീ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സുകളും എല്ലാം വരുന്നുണ്ട്. നിലവിൽ വരാൻ പോകുന്ന KVS പോലുള്ള, NVS പോലുള്ള, EMRS പോലുള്ള, DSSB പോലുള്ള, AES പോലുള്ള എക്സാമുകളുടെ ക്ലാസ്, പെയ്ഡ് ആൻഡ് ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക, മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.